നമസ്കാരം. ക്രിസ്തുവിന് ഒരു പുതിയ അപ്പോസ്തോലൻ കൂടി ഉണ്ടാകുന്നു. അഭ്യസ്തവിദ്യനായ ഒരു പരീശനായിരുന്നു ശൗൽ. യേശുവിൻ്റെ അനുഗാമികളെ നശിപ്പിക്കുകയും അങ്ങനെ യഹൂദമതത്തെ യേശുവിൻ്റെ മാർഗത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ശൗലിൻ്റെ ജീവിതവ്രതം. യുവാവായ ഒരു ക്രിസ്തു വിശ്വാസിയായിരുന്നു സ്തേഫാനോസ്. യഹൂദ പ്രമാണിമാർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. അവൻ്റെ മരണം ശൗലിനെ വളരെ സന്തോഷിപ്പിച്ച ഒരു സംഭവമായിരുന്നു. സ്തേഫാനോസ് കൊല്ലപ്പെട്ട ദിവസം മുതൽ യെരുശലേമിലെ യഹൂദന്മാർ യേശുവിൻ്റെ അനുയായികളെ കഠിനമായി പീഡിപ്പിച്ചു തുടങ്ങി. സ്തേഫാനോസിൻ്റെ മരണത്തിൽ ദുഃഖിതരായ ചില ഭക്തജനങ്ങൾ അവൻ്റെ മൃതദേഹം സംസ്കരിച്ചു. അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവരെല്ലാം യഹൂദായുടെയും ശമര്യയുടെയും വിവിധ പ്രദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. ശൗലും വിശ്വാസികളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. വീടുതോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചു. അങ്ങനെ ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാർക്കെതിരെ ഭീഷണിയും കൊലവിളിയും ഉയർത്തിക്കൊണ്ടിരുന്നു. ദമസ്കോസ് നഗരത്തിലെ യഹൂദ പ്രമാണികൾക്ക് നൽകുവാൻ വേണ്ടി ശൗൽ മഹാപുരോഹിതനിൽ നിന്നും കത്തുകൾ വാങ്ങി അവിടെയുള്ള വിശ്വാസികളെ പിടികൂടി യെരുശലേമിലേക്ക് കൊണ്ടുവരാനായിരുന്നു ശൗലിൻ്റെ പദ്ധതി. ശൗൽ ദമസ്കോസിൽ എത്താറായപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു പ്രകാശം അവൻ്റെ ചുറ്റും മിന്നി. ശൗൽ നിലം പതിച്ചു. ശൗലേ ശൗലേ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തിന് എന്ന് അവനോട് ചോദിക്കുന്ന ഒരു ശബ്ദവും ശൗൽ കേട്ടു. നീ ആരാണ് കർത്താവേ? ശൗൽ ആരാഞ്ഞു. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഉടനെ മറുപടി ഉണ്ടായി. എഴുന്നേറ്റു പട്ടണത്തിലേക്ക് ചെല്ലുക. നീ ചെയ്യേണ്ടത് എന്താണെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. ശൗലിനോടൊപ്പം യാത്ര ചെയ്തിരുന്നവരും ശബ്ദം കേട്ടെങ്കിലും ആരെയും കാണായികയാൽ സ്തബ്ധരായി നിന്നുപോയി. ശൗൽ നിലത്തു നിന്ന് എഴുന്നേറ്റു. കണ്ണു തുറന്നിട്ടും അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല. അതിനാൽ കൂടെയുണ്ടായിരുന്നവർ അവനെ കൈക്കു പിടിച്ച് ദമസ്കോസ് പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. 3 ദിവസം അവന് കാഴ്ചയിലായിരുന്നു. ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തുമില്ല. ദമസ്കോസിൽ അക്കാലത്ത് അനന്യാസ് എന്നു പേരുള്ള ഒരു ക്രിസ്തു ശിഷ്യനുണ്ടായിരുന്നു. ഒരു ദർശനത്തിൽ കർത്താവ് അദ്ദേഹത്തെ വിളിച്ചു. അനന്യാസേ. കർത്താവേ, ഞാനിതാ എന്ന് അനന്യാസ് വിളി കേട്ടു. നീ എഴുന്നേറ്റ് നേർവീഥി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിലേക്ക് പോകുക. അവിടെ യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗലിനെ അന്വേഷിക്കുക. അവനവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അനന്യാസ് എന്നൊരാൾ വന്ന് തനിക്ക് കാഴ്ച വിട്ടുകിട്ടേണ്ടതിന് തൻ്റെ മേൽ കൈവെക്കുമെന്ന് ശൗലിന് ദർശനമുണ്ടായിരുന്നു. അനന്യാസ് പറഞ്ഞു, കർത്താവേ, ഈ മനുഷ്യനെപ്പറ്റി എന്നോട് ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ ജനത്തിനെതിരെ യെരുശലേമിൽ വളരെയധികം തിന്മകൾ ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്.